ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സാറ്റർഡേസ് നോർമലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീടിനകത്ത് ഇരിക്കാൻ ഇഷ്ടമല്ല. എന്നെ സംബന്ധിച്ച് ആകെ പുറത്തിറങ്ങാൻ കിട്ടുന്നൊരു ദിവസമാണ് സാറ്റർഡേ. അപ്പം ബാക്കി ദിവസം ഞാൻ ഇറങ്ങും കേട്ടോ. അപ്പോൾ പിള്ളേരെ കൊണ്ട് ലൈബ്രറിയിലൊക്കെ പോകും. എന്നാലും ഒന്ന് ഫാമിലി ആയിട്ട് കറങ്ങാൻ പറ്റിയൊരു ദിവസമാണ് സാറ്റർഡേ. അപ്പോൾ എങ്ങോട്ട് പോകുമെന്ന് നോക്കി. അപ്പോൾ ഇന്നത്തെ വെതർ നോക്കിയപ്പോൾ ക്ലൗഡിയാണ്. ഇടയ്ക്ക് ഇവിടെ ഇച്ചിരി റെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സണ്ണി ഡേയ്സിനേക്കാളും ഇവിടെയുള്ളവർക്ക് അത് ഇഷ്ടമാണെങ്കിലും എനിക്കിഷ്ടം ക്ലൗഡി ഡേയ്സാണ്. നല്ല കൂൾ ബ്രീസും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനത്തെ ഗാർഡൻസൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ഗാർഡനിൽ പോകാമെന്ന് ഓർത്തിട്ട് എന്താണ് ഹാം ഹൗസ് എന്ന് പറഞ്ഞൊരു ഹൗസും അതിൻ്റെ ഗാർഡനും കാണാമെന്ന് വെച്ചാൽ ഇറങ്ങിയേക്കാണ്. അപ്പോൾ ബാക്കി നോക്കട്ടെ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഡേ എൻഡ് ചെയ്യുക എന്നുള്ളത്. അവിടെ നടന്നു വരണം, അവിടെ നോക്കുക. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഹാം ഹൗസ്. യാത്രയുണ്ടല്ലോ ഭയങ്കര. 2-3 പ്രാവശ്യം വഴി തെറ്റി. ഇപ്പം ഇവിടെ നമുക്കറിയാലോ, ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കറങ്ങണം. അങ്ങനെ 2-3 സ്ഥലത്ത് തെറ്റി കറങ്ങി. പിന്നെ ഈ ലണ്ടൻ സൈഡിലോട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര ട്രാഫിക്കായിരുന്നു. സംഭവം 1 മണിക്കൂർ മേലെ എടുത്തു ഞങ്ങൾക്ക് ഇവിടം വരെ എത്താനായിട്ട്. ഇച്ചിരി ഉള്ളൂ, 18 മൈലോ അങ്ങനെ എന്തോ ഉള്ളൂ. പക്ഷേ 1 മണിക്കൂറോളം എടുത്തു. അങ്ങനെ ഇവിടെ എത്തി. റിച്ച്മണ്ടിലാണ് ഈ സ്ഥലം. റിച്ച്മണ്ട് പാർക്കൊക്കെ ഇതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ കുറച്ചുകൂടെ ക്ലോസ് ടു ലണ്ടനാണ്. ഇനി ഞങ്ങൾ നടക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് മറ്റേ സ്ട്രോളറും കൊണ്ടുവരണേ. അപ്പോൾ സ്ട്രോളറിൽ ഇരുന്നിട്ട് എത്ര നേരം ഇരിക്കുന്നറിയില്ല. ചിലപ്പോൾ എൻ്റെ മേലെ ഇരിക്കുമായിരിക്കും. എന്നാലും നോക്കാം. ഈ ഭാഗത്ത് കുതിരകൾ കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ വരണ വഴിക്കും കുതിരനെ കണ്ടു. ഇപ്പോൾ ഒരു കുതിര പോയത് അതിൻ്റെ വാല് കണ്ട ഇങ്ങനെ എന്താ പറയുക, പനങ്കോല പോലെ കിടക്കാന്ന് പറയണ പോലെ ഇങ്ങനെ താഴെ വരെ നല്ല ബെസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റും ചെയ്തിട്ടേക്കണ മുടി പോലെ നല്ല രസമുണ്ട്. പിന്നെയാണെങ്കിൽ ഉണ്ടല്ലോ ഈ വഴിയിൽ നിറച്ച് ഹോഴ്സി പൂപ്പാണ്. അതും കിലോ കണക്കിന് അപ്പിട്ട് വെച്ചിട്ടുണ്ട് ഹോഴ്സി. എന്നിട്ട് നമ്മൾ ആലോചിക്കായിരുന്നു, ഡോഗിൻ്റെ പൂപ്പ് പിക്ക് ചെയ്തില്ലെങ്കിൽ 1000 പൗണ്ടാണ് ഫൈൻ അവിടെ എഴുതി വെച്ചേക്കുക. ഈ ഹോഴ്സിയുടെ ഒക്കെ വഴിയിൽ കിടക്കുന്നുണ്ട്. അത് പിക്ക് ചെയ്തില്ലെങ്കിൽ ആർക്കും കുഴപ്പമില്ല. ഞങ്ങൾ ഹാം ഹൗസിൻ്റെ അവിടെ എത്തിയപ്പോഴും മനസ്സിലായത് നാഷണൽ ട്രസ്റ്റിൻ്റെ കാർഡ് എടുത്തിട്ടില്ല. ആ കാർഡ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഫ്രീ എൻട്രി കിട്ടില്ല. അപ്പോൾ അനി കാറിലേക്ക് പോയിട്ട് കീ എടുത്ത് തിരിച്ചു വന്നു. കുറച്ച് നേരം ഞങ്ങളിവിടെ തട്ടിക്കളിച്ച് നിന്നു. ഇവരുടെ തന്നെ ചെറി ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ആ ഗാർഡൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രഷ്ലി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലാവൻഡേഴ്സാണ്. എനിക്കറിയേണ്ടതില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറേ റീലൊക്കെ ലാവൻഡർ ഫീൽഡിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ലാവൻഡറിന് ഇത്രയും നല്ലൊരു മണം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോഴാണ് ഞാൻ അറിയണത്. ഞാൻ അനൂപിൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ വീട്ടിലുണ്ടായത് ഇങ്ങനെ തന്നു വിട്ടിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ സാധനത്തിന് നല്ല മണമാണെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഈ പൗഡറൊക്കെ ലാവൻഡർ പൗഡറൊക്കെ വരുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു. പക്ഷേ ആദ്യമായിട്ട് ഞാൻ നല്ല രസമുള്ളൊരു സ്മെല്ല. ഇതാണ് ഹാം ഹൗസ്. ശരിക്കും ആ വീട് ശരിക്കും പണ്ട് 17th സെഞ്ച്വറിയിലത്തുള്ളൊരു വീടാണ്. ഒരു ഡച്ചസും ഡ്യൂക്കൊക്കെ താമസിച്ചിരുന്ന വീടാണ്. സംഭവം ഓപ്പണാണ്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ആദ്യം മൊത്തം ഒന്ന് നടന്ന് വന്നിട്ട് പിന്നെ വേണമെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കയറാമെന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ ഇവർക്ക് എന്തോ സമ്മർ പ്ലേ ഫണ്ട് കൊണ്ട് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. എന്തോ കാണുകയോ കുത്തുകയോ, ഈ ഞാൻ പറഞ്ഞിട്ടില്ലേ മുമ്പൊക്കെ പറയാറുള്ള പോലെ ഗെയിമിഫൈ ചെയ്തിട്ട് അത് കണ്ടുപിടിക്കലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അടുത്ത കുതിര പോകണം. നിറച്ച് കുതിരകളുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ തൊടാൻ നോക്കാം കേട്ടോ. ഞാൻ നല്ല ഭംഗിയാണല്ലോ കാണിച്ചു തരാമെന്ന് വെച്ച് എടുത്തതാണ്. പക്ഷെ ഇതൊക്കെ നല്ല മുള്ളുള്ള സാധനം. നോക്ക്, അവൻ ചാടി പിടിക്കൂട്ടാ. അയക്കിത് ഏത് ഏരിയടാ അനി? ലാവൻഡർ ഗാർഡൻ.
ചെയർ ആക്സസിബിൾ അല്ല എന്ന് മനസ്സിലായി. കാരണം ഇവൻ്റെ സ്ട്രോളർ ഇവിടെ നിറയെ കല്ലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നില്ല, സ്റ്റക്കായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ പേര് ഇതുപോലെ സ്ട്രോളർ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ഭാഗത്ത്. അപ്പോൾ ഇവൻ എന്തായാലും സന്തോഷമായി, മേത്ത് കയറി ഇരിക്കാമല്ലോ. അങ്ങനെ ഇവനെ എടുത്തു അല്ലേ പഞ്ഞ്? സന്തോഷമായി പഞ്ഞ്? ആ സന്തോഷമായി. Let's see the cafe. I don't want to. Why? ഇരിക്കാൻ ഇവിടെ വന്നിട്ട്, ഇവിടെ വന്നിരിക്കാൻ. എല്ലോ ദാദാ ദാദാ. ഓറഞ്ചറി കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ കഫേയാണ്. നല്ല രസം. അതായത് പുറത്ത് സീറ്റിങ്, എന്നിട്ട് അത് ഇരുന്നിട്ട് നമ്മൾ നോക്കുന്നത് ഈ ലാവൻഡർ ഫീൽഡിലോട്ടാണ്. അപ്പോൾ ആ ലാവൻഡർ ഫീൽഡിലോട്ട് നോക്കി ഇരുന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ശരിക്കും ഈ സമ്മർ സ്പെഷ്യലാണ്. കാരണം വിൻ്റർ ആയ ഇതൊക്കെ ഇങ്ങനെ വാടിക്കരിഞ്ഞൊരവസ്ഥയായിട്ടാണ്. പക്ഷെ ഇപ്പോൾ അടിപൊളി. Ah. 5 സോൺസിൽ കുറേ കളികൾ നടത്തുന്നുണ്ട്. ബോൾ ഗെയിംസ്, ഇതെന്താ Racing zone. റേസിങ്, അങ്ങനെ പല അപ്പം നമുക്ക് തന്നെ അങ്ങനെ കോമ്പറ്റീഷൻസ് നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് കോമ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സായിട്ട് കോമ്പീറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുമോ? അപ്പോൾ ഇത് റേസിംഗ് സോണിൽ ഇപ്പോൾ എന്തൊട്ട് ചെയ്യാൻ അവിടെ തലയും കുത്തി വീണു. വാ Look at all this. I'm racing. ഈ ഹാം ഹൗസിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവർ കുറേ ഇൻസ്ട്രുമെൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്ക് വേണമെങ്കിൽ ആ സെക്ഷനിൽ പോവാം. ആരും കളിക്കുന്നൊന്നുമില്ലെങ്കിൽ നേരിട്ട് കളിക്കാം, അവരുടെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. നല്ല രസമായിട്ട് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനും എല്ലാം കൂടെ കുറച്ച് വേഗം നടന്നിട്ട് കുറേ ഗാർഡൻ്റെ ഇടയ്ക്ക് അവരിങ്ങനെ ഒരു ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഹട്ടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഹണി ബീനെയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളികളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തി. പിന്നെ അനിയും പിള്ളേരും കൂടെ കളിയായി ബഹളായി. അവന്റെ മെത്തടിക്കണ്ട കേട്ടാ. സാമിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. നോക്കുമ്പോൾ എടുത്ത് കളിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചുറ്റുവട്ടം. 2 കമ്പ് എടുത്ത് കൊടുത്തപ്പോൾ അവൻ പിന്നെ അതും പിടിച്ച് അവൻ്റെ കാര്യങ്ങൾ നോക്കി അവൻ കളിച്ചു തുടങ്ങി. അനി എന്തൊക്കെയോ ചെയ്യാൻ നോക്കണ്ടായിരുന്നു, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. പ്രാക്ടീസില്ലാത്തതിൻ്റെ കുഴപ്പമാണേ. വീടിനകത്ത് ബാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ ബോൾ കൊണ്ടുള്ളൊരു കളി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബോൾ കൊണ്ട് എറിഞ്ഞ് കളിക്കാൻ പറ്റുന്ന കളി പിന്നെ ഒന്നും പറയണ്ട. ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത ഗെയിമാണിത്. സാമീനെ കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് നോക്കി. പിന്നെ മനസ്സിലായി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. പിന്നെ എന്താണെന്ന് കാണിച്ചു എന്നും പറഞ്ഞ് ഇറക്കി വിട്ടു. എന്താ? I'm dressed in ആ അത് മറന്നായിരിക്കും. ക്യാമറയും പിടിച്ചുകൊണ്ട് കളിക്കാൻ നോക്കിയതാണ്. അത്രയും ഇങ്ങോട്ട് ശരിയായില്ല. രണ്ടിലും ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുറേ നേരം ഷട്ടിൽ കളിച്ചു, നല്ല രസം. അത് ഈ ഒരു വെതറിലും ഇങ്ങനെ വലിയൊരു ഗ്രൗണ്ടിലായിട്ടേ. എനിക്ക് തോന്നുന്നു ഞാൻ ഷട്ടിലൊക്കെ കളിച്ചിട്ട് വർഷങ്ങളായി. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഡാഡി വാങ്ങി തന്നിട്ടുണ്ട് ബാറ്റും ഷട്ടിലും. ഞാനും ചേച്ചിയും കൂടെ കളിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഗെയിം പോലെ ഇങ്ങനെ അടിച്ച് സ്മാഷ് ചെയ്യലൊന്നുമല്ല, എത്ര ഇങ്ങനെ താഴെ വീഴാണ്ട് ഇങ്ങനെ അടിച്ച് താഴെ വീഴാണ്ട് മാക്സിമം 100 പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെയ്യും. അങ്ങനെ കളിച്ചിട്ട് പിന്നെ എനിക്കറിയില്ല എപ്പോഴെങ്കിലും കളിച്ചിട്ടുണ്ടോന്ന്. പക്ഷെ ഇപ്പോൾ നല്ല രസമായിട്ട് കളിച്ചു. ഇവിടെ കണ്ടൊരു ഇത് നമ്മുടെ നോർമൽ ഷട്ടിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ട ഒരുമാതിരി ചെമ്പരത്തിപ്പൂ പോലെ. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഷട്ടിൽ കാണണേ, നല്ല രസമുണ്ട്. അനിക്കും മൈക്കിക്കും കളി നിർത്താനേ പറ്റുന്നില്ല. അവരും പിന്നെ കുറേ നേരം കളിച്ചു. സാമിയാണെങ്കിൽ വെറുതെ ഇരിക്കില്ല. അവന് ഞാൻ നിലത്തേക്ക് ഇറക്കി വിട്ടു. എങ്ങടൊക്കെയോ പോയി കുറച്ചു നേരം തുഴഞ്ഞൊക്കെ വന്നു. എല്ലാ കളികളും കളിച്ചു എന്ന് വിചാരിച്ച് തിരിച്ചു പോകുന്ന സമയത്താണ് വേറെ 2-3 സെക്ഷൻ കണ്ടത്. അപ്പോൾ അവരവിടെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ
കളി നോക്കി നിന്ന് കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നേരെ ഞാൻ ആ പാലസിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി. അവിടെയാണ് അവരുടെ ലാവൻഡർ ഗാർഡൻ. ഈ കാണുന്ന മൊട്ടക്കുന്ന് പോലത്തെ സാധനങ്ങളൊക്കെ ലാവൻഡർ ബുഷുകളായിരുന്നു. അതൊക്കെ അവർ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എൻ്റെ മുഖത്തെ ഗൗരവവും ഏറും കണ്ടാൽ നിങ്ങൾക്ക് തോന്നും എല്ലാം കുഴിയിലേക്ക് വീഴാണെന്നുള്ളത്. ഒറ്റയാണ് വീണിട്ടില്ലേ. സാംസി അയക്കി അവനെ പിടിച്ചേടാ അടി 3 കൂടെ അടിക്ക്. അയക്കി കമോൺ അടിച്ച് പരത്തങ്ങോട്ട്. സത്യം പറഞ്ഞത് എന്തൊരു കളിന്ന് മനസ്സിലായിട്ടില്ല. ബോളുണ്ട്, ഇങ്ങനെ കമ്പി കൊണ്ട് വളച്ച് കുറേ ഓട്ടകളുണ്ട്, ഇതുപോലത്തെ ഒരു ഹാമറും ഉണ്ട്. ഞങ്ങൾ ഇതിനെ തൽക്കാലം ഗോൾഫിന്റെ ഒരു പുരാതന വേർഷനായി കൺസിഡർ ചെയ്തുകൊണ്ട് ഞങ്ങൾ തട്ടി ഹോളിന്റെ ഉള്ളിൽ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇങ്ങോട്ട് വന്നു അമ്മയുടെ അടുത്തേക്ക്. നേരെ നിൽക്കിപ്പുറത്തേക്ക് നിൽക്കും. അയക്കമ്മനെ ഹഗ് ചെയ്യടാ. വീഡിയോ അടി. അല്ല ഞങ്ങൾക്കൊരു ഫോട്ടോ വേണേ. Got the stamp. Stamp. ഈ ലണ്ടനിലത്തെ റിവർ തേംസ് ഉണ്ടല്ലോ, നമ്മളൊക്കെ തേംസ് എന്ന് പറഞ്ഞ് പഠിച്ചില്ല, തെംസ് എന്നാണ് പറയേണ്ടതാണ് പറയണത്. എനിവേ ആ റിവർ ലണ്ടനിൽ നമ്മൾ എവിടെ പോയാലും അതിൽ കൂടെ ഒഴുകണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അടുത്തിൽ കൂടെയും അത് ഒഴുകുന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ പറഞ്ഞ ഫെറീന്ന് കണ്ടു. അപ്പോൾ ഞാനത് അങ്ങനെ കാര്യമാക്കിയില്ല. ഇപ്പോഴും മനസ്സിലായി ഇവിടെ ബോട്ടിങ്ങും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവർ സൈഡ് സ്ഥലം കൂടി ഉണ്ട്. തൊട്ടടുത്തേക്ക് പോവാം. റിവറിന്റെ ഞാനിങ്ങനെ കാല് വയ്ക്കണ വെള്ളത്തിലേക്കാ, അങ്ങനെ ഒന്ന് കാറ്റടിച്ച് വെക്കണം. അത്ര അടുത്തേക്ക് പോവാം. നമുക്കിങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അതായത് ചുമ്മാ ഇങ്ങനെ, അതായത് ഒരു പ്രൊട്ടക്ഷനോ ഒന്നുമില്ല. നമുക്കിങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോവാം. എന്താണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കാലെടുത്ത് വെച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ. എനിക്ക് തോന്നുന്നു അതുപോലെ കുറേ പേര് എന്തുട്ടോ ഇങ്ങനെ ബലൂൺ പോലത്തെ ഒരു സാധനം, ബാഗ് പോലത്തെ സാധനം കെട്ടിയിട്ടിട്ട് അവരിങ്ങനെ വെള്ളത്തിൽ കൂടെ നീന്തി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കങ്ങനെ വേണമെന്ന് വെച്ചാൽ ഇറങ്ങാൻ തോന്നണം ഇതിൻ്റെ ഉള്ളിൽ. ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിൽ ഓക്കെ ഈ ഹാം ഹൗസ് എന്ന് പറഞ്ഞ ഹൗസ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കാണാം, ഗാർഡനിലൊക്കെ നടക്കാം എന്നൊക്കെ വെച്ചിട്ട് വന്നു. ഇവിടെ എത്തിയിട്ട് ഗെയിംസ് സമ്മർ പ്ലേ തുടങ്ങിയോടുകൂടി അതിൽ ഹരം കൊണ്ട് ഓടി നടന്ന് കുറച്ച് പുറത്ത് നടന്നു, അടിപൊളിയായിട്ട് ഗെയിംസ് കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അന്നഞ്ഞ് പോവാൻ മതി, ആർക്കും വീടിൻ്റെ ഉള്ളിൽ കാണണ്ട. അപ്പോൾ ഇതിലത്തെ മെയിൻ അട്രാക്ഷനായ ഹാം ഹൗസിനെ ഞങ്ങൾ വിട്ടിട്ട് ഞങ്ങൾ ബാക്കിയെല്ലാം എൻജോയ് ചെയ്ത് ഞങ്ങൾ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഡേ ആണ്. കാരണം കുറേ കളിച്ചു, കുറേ നടന്നു, അതും വെതറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്ലൗഡി, നല്ല കാറ്റുള്ള, നല്ല തണുത്ത, നല്ല രസമുള്ള, എന്താ പറയുക, ജാക്കറ്റ് വേണമെന്ന് ചോദിച്ചാൽ വേണമെന്ന് വേണ്ടതെന്ന് വെച്ചാൽ വേണ്ട, അങ്ങനത്തെ ഒരു നല്ല രസമുള്ള ക്ലൈമറ്റും ആയിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവരും നല്ല സുഖമായിരിക്കും, ഹെൽത്തി ആയിട്ടിരിക്കും. ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.